ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു ന്യൂസാണ്. പ്രധാനമന്ത്രി ബുധനാഴ്ച ഗുരുവായൂർ 48 വിവാഹങ്ങളുടെ സമയം മാറ്റി. രാവിലെ ചോറൂണും തുലാഭാരവും പാടില്ല. ഗുരുവായൂരിലേക്ക് നമ്മുടെ നരേന്ദ്രമോദിജി വരുമ്പോൾ അവിടെയുള്ള പ്രോഗ്രാംസ്, എസ്പെഷ്യലി കല്യാണങ്ങൾ, ബാക്കി അവിടുത്തെ വഴിപാട് കാര്യങ്ങൾ, തുലാഭാരമൊക്കെ മാറ്റും, അല്ലെങ്കിൽ സമയം മാറ്റും, അല്ലെങ്കിൽ ക്യാൻസൽ ആക്കും ഈ ഒരു സംഗതി. അപ്പോൾ ഇതിൽ കല്യാണത്തിൻ്റെ സമയം മാറ്റം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര്, ഇപ്പം ഞാനടക്കം കുറേ പേര് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സർക്കാസ്റ്റിക് സാധനമാണ്. ഈ കുറേ ആൾക്കാർ കല്യാണത്തിന് സമയം നോക്കും, മുഹൂർത്തം നോക്കും. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ നരേന്ദ്രമോദി വരുമ്പോൾ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലേന്ന്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഗുരുവായൂരുള്ള കല്യാണങ്ങൾക്ക് സമയം നോക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഏതൊരു കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും താലിയും മാലയും ഒക്കെ ഇടുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഒരു കല്യാണ സമയം എന്ന് പറഞ്ഞ സാധനമാണ്. മുഹൂർത്തം, സമയം, സാധനങ്ങളൊക്കെ നോക്കും. ഇനിയിപ്പോൾ അത് അമ്പലത്തിന് മുന്നിലായതുകൊണ്ട് ഇനിയിപ്പോൾ അത് മനസ്സിലാണ് വെച്ചിട്ട് അമ്പലത്തിന് മുന്നിലല്ലേ വിഷയമല്ല, ഏത് സമയത്തും മാലട്ടാലും കുഴപ്പമില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് മുഹൂർത്തത്തിൽ താലി കെട്ടാന്ന് വിചാരിക്കുന്നവരും കാണും. ഓക്കെ, പക്ഷെ സമയം നോക്കില്ല എന്നുള്ളത് എനിക്ക് അത്രത്തോളം ഡൈജസ്റ്റ് ആവുന്നില്ല. ഏതൊരു കല്യാണത്തിന് മുമ്പും എല്ലാവരും സമയം നോക്കുന്നൊരു പരിപാടി പൊതുവെ വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂരിൽ വിവാഹം മുടങ്ങിയ കുടുംബങ്ങൾ ആശങ്കയിൽ. ഗോപിയുടെ മകൾ കല്യാണം കഴിക്കുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു? ഇങ്ങനെ ഒരുപാട് ചാനലുകൾ, ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള ന്യൂസ് ചാനൽ. പിന്നെ ട്രോള്, കല്യാണം മുടക്കികളെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒറ്റ അടിക്ക് 12 കല്യാണം മുടക്കിയത് സുരേഷ് ഗോപിയാണ്. 12 കല്യാണം എന്ന് പറയുന്നത് 48 കല്യാണം എന്ന് പറയുന്നത്. സ്വന്തം മകളുടെ വിവാഹത്തിന് ശേഷം അതേ ഗുരുവായൂർ അമ്പലത്തിൽ പാവപ്പെട്ട 40 കുട്ടികൾക്ക് മംഗല്യവാകം ഉണ്ടായി കൊടുക്കുന്ന ആരെങ്കിലും ഈ കേരളത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരൊറ്റ പേര് കാണും: മനുഷ്യസ്നേഹി സുരേഷ് ഗോപി. നമ്മൾ സുരേഷ് ഗോപിക്ക് കിടിലൻ ട്രോളുകൾ സുരേഷ് ഗോപിക്ക് വരുന്നുണ്ട്. ആൻഡ് നരേന്ദ്രമോദിക്ക് ചൊവ്വ ആയിരുന്നു പ്രധാന വിവാഹം മുടക്കി, ഇപ്പോൾ ഒരു പേരും കൂടി വന്നു. ഓക്കെ, ചൊവ്വയല്ല, അത് നരേന്ദ്രമോദിയാണ് വിവാഹം മുടക്കി എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വന്നു. എന്താണെങ്കിലും ഇത് കുറേ ട്രോളും അങ്ങനെ കുറേ പോസ്റ്റുകളും അങ്ങനെ ഷെയർ ആയ സമയത്ത് ഇന്ന് രാവിലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു ഒഫീഷ്യലാണ് തോന്നുന്നു, ഒരുപാട് ചാനലുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വ്യാജ പ്രചാരണം പൊളിഞ്ഞു, ഗുരുവായൂരിൽ ഒരു വിവാഹം പോലും മാറ്റി വെച്ചിട്ടില്ല, വ്യക്തമാക്കി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. അതായത് വിവാഹം ഒന്നും അന്നേ ദിവസം മുടങ്ങില്ല, പോസ്റ്റ്പോണ്ട് ചെയ്യില്ല, പക്ഷെ വിവാഹത്തിന് സമയം മാറ്റും എന്നുള്ളതാണ് അറിയാൻ കഴിയും. അതായത് നേരത്തെ നിശ്ചയിച്ച സമയത്തിന് മുമ്പോ പിമ്പോ ആയിരിക്കും ആ നിശ്ചയിച്ച കല്യാണങ്ങൾ നടക്കുക. കാരണം പ്രധാനമന്ത്രി വരുമ്പോഴുള്ള പ്രോട്ടോക്കോളും സെക്യൂരിറ്റിയും കാര്യങ്ങളും പ്ലസ് ഒരു സെലിബ്രിറ്റി കല്യാണം അല്ലേടെ നടക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവിടെ അതിൻ്റേതായിട്ടുള്ളൊരിത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ ഇനി ആ കല്യാണ ദിവസം അറിയാം. ഇനി നമുക്ക് ബാക്കി പുകിലുകൾ എന്തൊക്കെയാണ് അവിടെ നടക്കണേ എന്നുള്ളത്. ഇതിനിടയിൽ ഈ പ്രധാനമന്ത്രിയുടെ കേസ് വിട്, സുരേഷ് ഗോപിനെ ഏറെ പിടിച്ച് കയറ്റിയ കുറേ ആളുകളുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വേണ്ടി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ, എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അറിഞ്ഞുകൊണ്ട് അയാളുടെ മകളെ കല്യാണത്തിന് വേണ്ടി കുറേ അധികം കുട്ടികളുടെ കല്യാണം മാറ്റിക്കുമെന്നുള്ളത് ഇങ്ങനെ തോന്നുന്നു. ഇതുവരെ അല്ലേ ആ ചാൻസ് ഞാൻ കാണുന്നില്ല. അതായത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സീരിയസ് ആയിട്ട്. കാരണം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോടൊക്കെ എതിർപ്പുണ്ടെങ്കിലും ഒരു മനുഷ്യസ്നേഹിയായ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയൂ ആ പെയിന്. അതായത് അതെ, നിലവിലുള്ളതും കണ്ടതും ഒക്കെ കേരളത്തിൽ കുറേ കണ്ട ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പൊളിറ്റീഷ്യൻസ്. അപ്പോൾ അതിനിടയിലൊക്കെ ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ആ പെയിന് മനസ്സിലാവൂടെ. അതായത് സ്വന്തം മക്കളെ പോലെ തന്നെ അവര് ബാക്കിയുള്ളവരും കല്യാണത്തിന് പ്രിപ്പയർ ചെയ്ത്, ഇപ്പോൾ അവർക്കൊന്നും അറിയില്ല ഇത് സുരേഷ് ഗോപിന്റെ കല്യാണം ഇന്ന ദിവസം ഇന്ന ഡേറ്റിനാന്ന് അറിയുന്നുണ്ടാവില്ല. അതേ ദിവസം അതേ ഡേറ്റിന് കല്യാണം വെച്ച ആളുകൾ മേ ബി ഇത് അറിയുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും. പെട്ടെന്ന് അവരോട് കല്യാണം ഇല്ല ഇന്ന ദിവസം എല്ലാം മാറ്റി, ഒരു കല്യാണം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് അയ്യോ ആ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അങ്ങനെ തോന്നുമല്ലേ. ഒരു കല്യാണത്തിന് സമയം മാറിയാലോ ദിവസം മാറിയാലോ ഒക്കെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത് അറിയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി സുരേഷ് ഗോപി അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുള്ളത്. പിന്നെ മാത്രമല്ല അച്ഛനമ്മ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതെ, അപ്പൊ അത് അത്രയും ഉറപ്പിച്ച് ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടാവും. അതെ, ഇനിയിപ്പോ ബൈ ചാൻസ് ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സെക്യൂരിറ്റി പ്രോട്ടോകോൾ കാരണമൊക്കെ ആയിരിക്കും. പക്ഷെ അതിനും ചാൻസ് ചെയ്യാൻ കാണുന്നില്ല. കാരണം ഇത് ഇത്രത്തോളം വൈറലായി കുറേ ആളുകൾ. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്തോന്നറിയ മറ്റേ സമയം നോക്കുന്ന ജ്യോതിഷന്മാരൊക്കെ പിന്നെ ഞാൻ എന്താ പൊട്ടണെന്ന് ചോദിക്കേണ്ട അവസ്ഥയല്ലോ ഇത്. കാരണം സമയവും നോക്കി എല്ലാവരും കൂടി കല്യാണത്തിന് പോയിട്ട് ലാസ്റ്റ് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അപ്പോൾ
ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം വേറെ റീസൺ കൂടിയുണ്ട്. ഇപ്പം അടുത്ത് ഓസ്ലർ സിനിമേൻ്റെ ഒക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ജയറാമേട്ടൻ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭയങ്കര സിൻസിയറാണ്, എന്തിനോടും 100% സിൻസിയറാണ്. ഇപ്പോൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നതും ആ പാവം പൈസ ഉണ്ടാക്കുന്നതും മുഴുവൻ ഇതാണ്. ഇപ്പോൾ സ്വന്തം മകളുടെ കല്യാണമാണ്, ഈ വരുന്ന 17-ാം തീയതി ഗുരുവായൂർ വെച്ച് കല്യാണമാണ്. എനിക്കറിയാം രാധിക കഷ്ടപ്പെടുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും. ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും. സ്വന്തം മോളുടെ അവിടെ സ്വർണ്ണം കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല, കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ കൊടുക്കാനുണ്ടോ നോക്കില്ല. ആ പൈസ പെട്ടെന്ന് എടുത്തു വെച്ചിരിക്കുന്ന അപ്പം തന്നെ വേറെ ആർക്കെങ്കിലും കഷ്ടം എന്ന് പറഞ്ഞാൽ അതെടുത്ത് കൊണ്ട് കൊടുക്കും. അല്ലാത്തതാണ് സുരേഷ്, 100%. ഓക്കെ, അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ്. അതായത് ലൈക്ക് എന്ത് പ്രശ്നം ആർക്ക് വന്നാലും അങ്ങേര് എടുത്ത് ചിലവാക്കും. അതിനിപ്പോൾ എന്ത് ആവശ്യത്തിന് വെച്ച കാശാണെങ്കിലും. ഇപ്പോൾ കല്യാണത്തിൻ്റെ പേരിൽ വരെ ഈ പറഞ്ഞൊരു ഡൗട്ട് ഉണ്ട്, കല്യാണത്തിന് സ്വർണം വാങ്ങാനും അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ കയ്യിലുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ മകളെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട്? അതൊന്ന് എക്സാജറേറ്റ് ചെയ്തതായിരിക്കാം, ബട്ട് സ്റ്റിൽ അയാളുടെ മനസ്സ് പറഞ്ഞതാണ് അല്ലേ. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യന്റെ അതെ ചെയ്യുന്നുണ്ട്. അതെ, കാരണം അത് കേട്ട സമയത്ത് എനിക്ക് കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഈ എന്താ പറയാ, സ്വന്തം മകളെ കല്യാണത്തിന്റെ സ്വർണം പോലും എടുക്കാനുള്ള പൈസ എടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി. പിന്നെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യരുടെ കയ്യിൽ എന്താ പറയാ ഒന്നും ഇല്ലാത്തൊരവസ്ഥയൊന്നും വരൂല അല്ലേ. എല്ലാവരും ഉണ്ടാവും സുരേഷ് ഗോപിക്ക് ഒപ്പം. അപ്പൊ പിന്നെ ബട്ട് സ്റ്റിൽ ആ മനസ്സാണ് അല്ലേ ആ സുരേഷ്. അതെ, സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് ചെയ്യാനുള്ള മൈൻഡ്. പിന്നെ അല്ലാണ്ട് കല്യാണത്തിന് എടുത്ത് വെച്ച ക്യാഷ് എടുത്ത് കൊടുക്കുന്നതാവാൻ ചാൻസ് ഇല്ല. അതെ, അത് അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ മനസ്സ് ജയറാം വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ ആ മനസ്സാണ് അതിൽ കണ്ടത്. കാരണം അയാൾ ചെയ്യാതിരിക്കുന്നില്ല അങ്ങേര്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനാവുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കല്യാണം, സ്വന്തം മക്കളെ കല്യാണം പോലെ തന്നെ ബാക്കി മക്കളും കല്യാണം കാണുമായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി രാജാവാണല്ലോ രാജാവ്. കേരളത്തിലൊരു രാജാവുണ്ട്, സെൻട്രലൊരു രാജാവുണ്ട്. ഈ രാജാക്കന്മാർ വരുമ്പോൾ പലതും മാറും. മറ്റേ ശിവന്റെ ജട ആൽമരം വെട്ടിക്കളഞ്ഞ പോലെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമായിരിക്കും. കാരണം അങ്ങേർക്ക് പിന്നെ വിഷയമല്ലല്ലോ, ആരെ കല്യാണം മാറ്റിയാലും അങ്ങേർക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പം എന്താണെങ്കിലും ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി ഏറെ കയറിയതിന് ഇപ്പോൾ ഒരു ഈവനിങ് ആയ ടൈം ആയപ്പോഴത്തേക്ക് കുറേ ദേവസ്വം ബോർഡ് തന്നെ വന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കല്യാണം ആ ദിവസത്തുനിന്ന് മാറ്റില്ല, പക്ഷെ സമയം മാറും. സമയം ഡെഫിനറ്റ്ലി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് രവി പിള്ളയുടെ ആരുടെ ഒരു മകളെ കല്യാണം നടന്ന സമയത്ത് അവിടെ ഇതേപോലെ കുറേ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ലാലേട്ടൻ വണ്ടി മുന്നിൽ കയറ്റി, എന്തോട് ബാക്കിയുള്ളവർ കയറ്റി, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കല്യാണത്തിൻ്റെ അന്നും ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇത് ഇൻഡ്യൂഷനിൽ എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതെ, ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാവും, ബാക്കി നോക്കാം.